അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൽഹംദുലില്ലാഹി ലദി ഹദാന ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനവും നിങ്ങളിൽ ഓരോരുത്തരിലും സദാ വർഷിപ്പുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, റമദാൻ മാസത്തിൻ്റെ 29ാമത്തെ വ്രതം അനുഷ്ഠിച്ചാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഒരു മാസക്കാലമായി നമ്മൾ വളരെ താല്പര്യത്തോടു കൂടിയായിരുന്നു ഇബാദത്തുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് മെല്ലെ മെല്ലെ ആ താല്പര്യങ്ങളും ആ ഖുശുവും ഭക്തിയും ഇല്ലാതായി പോകും. ആദ്യമായി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുക ഖുശുവാണ്, ഭക്തിയാണ്. അത് നിലനിൽക്കണമെങ്കിൽ നിരന്തരം അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ വിട്ടുപോകാതെ സൂക്ഷിക്കണമെന്നാണ് ആദ്യമായി എന്നെയും അതുപോലെ നിങ്ങളെയും ഉണർത്താനുള്ളത്. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പല പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ നമ്മൾക്ക് വന്നു ചേർന്നേക്കാം. അതൊക്കെ തരണം ചെയ്ത് മറികടക്കാനുള്ള ഒരു സംവിധാനത്തോടു കൂടിയാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറ അൽ ഫജറിലെ 4ാമത്തെ ആയത്തിലൂടെ നമ്മളോട് അറിയിക്കുന്നുണ്ട്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ ഖബദ്. തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ക്ലേശം സഹിക്കേണ്ട നിലയിലാകുന്നു. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നത് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. നമ്മൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരു പ്രയാസമോ പ്രശ്നങ്ങളോ അള്ളാഹു നൽകുകയില്ല. പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ എന്താണ് ഒരു മാർഗം എന്നുള്ളത് അള്ളാഹു പറയാണ്. അള്ളാഹുമായിട്ടുള്ള ബന്ധം ഉറപ്പുള്ളതാക്കുക. അതിനുള്ള മാതൃക യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞതായി അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അറിയിക്കുന്നുണ്ട്. സൂറ യൂസുഫിലെ 86ാമത്തെ ആയത്തിലൂടെ ഖാല ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇനല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വേവലാതിയും വ്യസനവും ഞാൻ അള്ളാഹുവിനോട് മാത്രമാണ് ബോധിപ്പിക്കുന്നത്. ചെറുപ്രായത്തിലുള്ള മകൻ നഷ്ടപ്പെട്ട് അതിനെക്കുറിച്ച് ഓർത്ത് കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാമിന് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് സൂറ യൂസുഫിലെ അവസാന ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹുമായിട്ടുള്ള ബന്ധം, അള്ളാഹുവോടുള്ള പ്രാർത്ഥന, അതിന് മറ്റൊരു ഉദാഹരണം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെതാണ്. അബദ്ധവശാൽ ഒരാളെ ഇടിച്ചപ്പോൾ അദ്ദേഹം മരണപ്പെട്ടതിൻ്റെ പേരിൽ ആ നാട്ടിലെ പട്ടാളം പിടിക്കുവാനായി പിന്തുടരുന്നപ്പോൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം മരുഭൂമിയിൽ ആരോരുമില്ലാത്ത സ്ഥലത്ത് എത്തിപ്പെട്ടു. നല്ല മനസ്സിൻ്റെ ഉടമയായ മൂസാ നബി അലൈഹിസ്സലാം കാണുന്നത് വെള്ളം കോരുവാനായി പ്രയാസപ്പെടുന്ന 2 സ്ത്രീകളെയാണ്. ആ സ്ത്രീകളെ വെള്ളം കോരിക്കൊടുത്ത് സഹായിച്ചുകൊണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി ഇരുന്നു കൊണ്ട് അള്ളാഹുവോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഫഖാല റബ്ബി ഇന്നി ലിമാ അൻസൽതു ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. എൻ്റെ രക്ഷിതാവേ, നീ എനിക്ക് ഇറക്കിത്തരുന്ന ഏതൊരു നന്മക്കും ഞാൻ ആവശ്യക്കാരനാകുന്നു. പിന്നീട് നാം കാണുന്നത് ആ പെൺകുട്ടികളുടെ പിതാവ് ആരോരുമില്ലാത്ത മൂസാ നബി അലൈഹിസ്സലാമിന് അതിൽ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. മറ്റൊരു പ്രാർത്ഥന സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെതാണ്. അദ്ദേഹം മറിയം താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ ഒരുപാട് ഭക്ഷണങ്ങൾ. ഉടനെ സക്കരിയ നബി അലൈഹിസ്സലാം മറിയത്തിനോട് ചോദിച്ചു, യാ മറിയമു അന്ന ലക്കി ഹാദ. മറിയമേ, ഇതെവിടെ നിന്നാണ് നിനക്ക് ഈ ആഹാരങ്ങളൊക്കെ? കാലത്ത് ഹുവ മിൻ ഇൻദില്ലാ. ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ സക്കരിയ നബി അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നതായി അള്ളാഹു സൂറ ആൽ ഇമ്രാനിലൂടെ നമ്മൾ അറിയിക്കുന്നുണ്ട്. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. അള്ളാഹുവേ, എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ നിൻ്റെ പക്കൽ നിന്ന് ഒരു ഉത്തമ സന്താനത്തെ നൽകണമേ.
തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ. അതിനുശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹി സ്വലാമിന് യഹിയ എന്ന് പേരുള്ള ഒരു ആൺകുട്ടിയെ നൽകുകയും ആ പേര് പോലും അള്ളാഹുവാണ് നിർദ്ദേശിച്ചത്. അള്ളാഹു തന്നെ അത് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പേരിൽ മുമ്പൊരാളും അറിയപ്പെട്ടിരുന്നില്ല എന്ന്. അള്ളാഹുവോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ അള്ളാഹു തീർച്ചയായും ഉത്തരം നൽകും. അത്തരം ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. നിന്നോടുള്ള താല്പര്യം നിലനിർത്തിത്തരുകയും നിന്നെ മാത്രം ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.